ചേട്ടൻ ഫോൺ കിട്ടിയിട്ടില്ല കേട്ടോ, എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ മാസത്തിൽ തിരൂരിന്റെ മണ്ണിൽ ഈ സിറ്റി ജംഗ്ഷനിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സത്യാഗ്രഹ സമരം നടത്തുകയുണ്ടായി. ഈ അവസരത്തിൽ ഈ നാട്ടിലെ ചില സാമൂഹിക വിരുദ്ധർ ഈ നാടിന്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തുന്നവർ പറയുകയാണ്, എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി റെയിൽവേ സ്റ്റേഷനിൽ തുഞ്ചത്താചാര്യന്റെ പ്രതിമ സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ തിരൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. ഇവിടെ നിന്ന് ജയിച്ചു പോയ MLA മുസ്ലിം ലീഗ് പരിപാടിയായാലും ഈ ആവശ്യം അവതരിപ്പിക്കേണ്ടത് ആരാണ്? ഭാരതീയ ജനതാ പാർട്ടിയാണ്. എന്തായാലും ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഇതുവരെ കാത്തിരുന്ന മണിക്കൂറുകളോളം പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയുടെ ഔദ്യോഗികമായ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനത്തിനായി നമ്മുടെ സമാരാധ്യനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കുടികളെ കൂടെ ഉണ്ട്. बोलो भारत माता के, बोलो भारत माता के, बोलो भारतीय जनता पार्टी के। ആരാർപ്പണം വിളിച്ചോ? മണിയേട്ടാ, ആരാർപ്പണം വിളിച്ചേ? പ്രിയപ്പെട്ടവരെ, അടുത്തതായി ഹാരാർപ്പണമാണ്. ഹാരാർപ്പണം ചെയ്യുന്നതിനായി പേര് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് സമയം കളയാതെ വന്ന് ഹാരാർപ്പണം ചെയ്യേണ്ടതാണ്. ശ്രീമാൻ ശശി കറുകയിൽ, അഡ്വക്കേറ്റ് CT രമ്യ, രാമചന്ദ്രൻ PP, PT മോഹനൻ, ഷീജ സുന്ദരൻ, സുരേഷ് കുമാർ K, രഘുപാൽ M, രജനി M, ചിത്ര T, സുരേഷ് P. സ്റ്റേജിൽ കയറി ഒന്നും ആദരണം ചെയ്യാം.
ഷൺമുഖൻ സി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MP വേലായുധൻ, മോഹൻദാസ് വളവന്നൂർ, ശ്രീമാൻ അശോകൻ വട്ടം, പ്രമോദ് കെ തിരുനാവായ, KP നാരായണൻ ആദവനാട് എന്നിവർ ഹാരാർപ്പണത്തിനാണ് എത്തേണ്ടത്. ശ്രീമാൻ സത്താർ ഹാജി, മനോജ് പാറശ്ശേരി, അഡ്വക്കേറ്റ് ജയശങ്കർ, K നന്ദകുമാർ, M വസന്തകുമാർ, സുനിൽ പരിയാപുരം, ഭരതൻ വയ്യാട്ട്, VK രാജഗോപാൽ, ശ്രീമതി നിർമ്മല കുട്ടികൃഷ്ണൻ, ശ്രീമാൻ KK സുരേന്ദ്രൻ, തലക്കാട് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീമാൻ രവിയേട്ടൻ, വിവിധ മോർച്ചകളുടെ പ്രസിഡന്റുമാർ എന്നിവർ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ KP മണികണ്ഠൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, മുതിർന്ന നേതാവ് ശ്രീ ജനചന്ദ്രൻ മാസ്റ്റർ, KK സുരേന്ദ്രൻ, നിർമ്മല കുട്ടികൃഷ്ണൻ അവറുകൾ, സത്താർ ഹാജി, മനോജ് പാറശ്ശേരി, അഡ്വക്കേറ്റ് ജയശങ്കർ, K നന്ദകുമാർ, M വസന്തകുമാർ, N അനിൽകുമാർ, സുനിൽ പരിയാരം, ഭരതൻ വയ്യാട്ട്, VK രാജഗോപാൽ, നവ്യ ദാസ്, സത്താർ ഹാജി, ഗണേശൻ, രാജീവ് കല്ലമുക്ക്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ധർണ അല്ലെങ്കിൽ സമരത്തിന്റെ രൂപത്തിലുള്ള ഒരു പൊതു പരിപാടി സംഘടിപ്പിക്കാൻ കാരണമായത്, ആ കാരണം തന്നെ ദുഃഖകരമായിട്ടുള്ള ഒരു കാരണമാണ്. നമ്മളെല്ലാവരും എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാള ഭാഷയുടെ പിതാവിന് തുഞ്ചത്ത് ആചാര്യന്റെ മണ്ണിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. വേറെ ലോകത്തെവിടെയും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ആർക്കും സമരം
ചെയ്യേണ്ടി വരില്ല. ലോക ചരിത്രത്തിൽ ഒരിടത്തും ആ ജനതയുടെ സംസാര ഭാഷയ്ക്ക് ഊടും പാവും നൽകിയ ആചാര്യന് വേണ്ടി ശബ്ദിക്കാൻ ഒരു ഭരണകൂടം മടി കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. തുഞ്ചത്താചാര്യന് അർഹമായിട്ടുള്ള അംഗീകാരം നൽകാൻ ആചാര്യന്റെ പേരിൽ നേരത്തെ തീരുമാനിച്ച ഒരു പ്രതിമ ഈ തിരൂരിൽ സ്ഥാപിക്കാൻ സമരം ചെയ്യേണ്ടി വരുന്നു ആ നാട്ടിലെ ജനതയ്ക്ക്. എന്താ കാരണം? തുഞ്ചത്താചാര്യൻ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധിയാണോ? തുഞ്ചത്താചാര്യൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളാണോ? തുഞ്ചത്താചാര്യന്റെ ഒരു പ്രതിമ തിരൂരിൽ സ്ഥാപിക്കുമ്പോൾ എന്താണ് ഇവിടെ ഭരണകൂടങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത്? എന്താണ് ആ മനോഭാവം കാണിക്കുന്നത്? തിരൂരിൽ തുഞ്ചൻ പറമ്പിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആചാര്യന് അർഹമായിട്ടുള്ള ഒരു അംഗീകാരം നൽകാൻ ഇവിടെ ഭരിക്കുന്ന രണ്ട് മുന്നണികളും തയ്യാറാവാത്തതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? താലിബാൻ മനസ്സാണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനും ലീഗിനും CPM-നും. താലിബാന്റെ മനസ്സുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. തുഞ്ചത്താചാര്യന്റെ പ്രതിമ ആചാര്യന്റെ നാട്ടിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ മതേതരത്വം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമെന്നാണോ നാം കരുതേണ്ടത്? തുഞ്ചൻ പ്രതിമ ഇവിടെ സ്ഥാപിക്കാതിരിക്കാനുള്ള കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണം. മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നത്. അതിന് തീരുമാനങ്ങളൊക്കെ എടുത്തു. താലിബാൻ ബീവി അന്നാരായിരുന്നു ഇവിടുത്തെ സുന്നി ബീവി, എല്ലാവരും അവരെ താലിബാൻ ബീവി എന്നാണ് പറയുന്നത്. അന്ന് അവരായിരുന്നു ചെയർപേഴ്സൺ. പെട്ടെന്ന് ചില ആളുകൾ പറഞ്ഞു പ്രതിമ ഞങ്ങൾക്ക് ഹറാമാണ്. പ്രതിമ ഹറാമാണെന്ന് പറയാൻ ജനങ്ങള് തുഞ്ചത്താചാര്യന്റെ പ്രതിമ ഏതെങ്കിലും ദേവാലയത്തിൽ സ്ഥാപിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്, ആരുടെയെങ്കിലും സ്വകാര്യ സ്ഥലത്ത് സ്ഥാപിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്, പൊതു ഇടത്ത് സ്ഥാപിക്കണം എന്നാണ് പറഞ്ഞത്. ഉടനെ തീരുമാനമെടുത്തു പ്രതിമ അനിസ്ലാമികമാണ്, ഞങ്ങൾ അത് സമ്മതിക്കില്ല. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് സഖാക്കള ഒറിജിനൽ ഭരണം വന്നു, CPM-ന്റെ ഭരണം വന്നു. കഴിഞ്ഞ 5 കൊല്ലം എന്തുകൊണ്ടാണ് പ്രതിമാ നിർമ്മാണം മുടങ്ങിയത്? ഒരക്ഷരം വേണ്ടിയില്ല. മലപ്പുറം ജില്ല ചില കാര്യങ്ങളിൽ മതേതരത്വം തെളിയിക്കാൻ മുൻകൈയെടുക്കണം. തുഞ്ചൻ പ്രതിമ, ആ പ്രതിമ സ്ഥാപിക്കുന്നതിനെതിരായിട്ടുള്ള വർഗീയ നിലപാട് ജില്ലയിലെ ആകെ ജനങ്ങളെ സംശയത്തിനിടയിലാക്കും. ഇവിടുത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും തുഞ്ചത്താചാര്യന്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്നതിനെതിരല്ല, അങ്ങനെ ആരും കരുതുകയും വേണ്ട. പക്ഷെ ഈ നിലപാട് ഒരു ജനതയെ ആകെ സംശയത്തിന്റെ നിഴലിലാക്കും. തുഞ്ചത്താചാര്യന്റെ നാട്ടിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ തങ്ങളുടെ മതപരമായ നിലപാടുകൾ തടസ്സം നിൽക്കുന്നു എന്നുള്ള ചീത്തപ്പേര് മലപ്പുറം ജില്ല കളയണം. തുഞ്ചത്താചാര്യന്റെ പ്രതിമ സ്ഥാപിക്കാതിരിക്കാൻ മതം കാരണമായി എന്നുള്ള ചീത്തപ്പേര് മലപ്പുറം ജില്ല കളയണം. അതിന് ഭരണകൂടം മുൻകൈയെടുക്കണം. താലിബാന്റെ മനസ്സ് ആദ്യം അവസാനിപ്പിക്കണം. താലിബാൻ ഇങ്ങനെയായിരുന്നു. ആദ്യം അവരുടെ മതശാസനങ്ങൾ അവർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. വസ്ത്രധാരണം, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയിൽ അവർ മതശാസനങ്ങൾ അടിച്ചേൽപ്പിച്ചു. സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം, സ്ത്രീകൾ എങ്ങനെ പ്രവർത്തിക്കണം. നോക്കൂ നിങ്ങൾ, മുസ്ലിം ലീഗിന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള ജില്ലയാണ്.
ഈ ജില്ലയിൽ ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥികളായി വരുന്നവർക്ക് അവരുടെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്ററുകൾ അടിക്കാൻ കഴിയുന്നില്ല. ഈ ജില്ലയിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് പുരോഗമനവാദികൾ എന്ന് പറയുന്നവരും ഉൽപ്പതിഷ്ഠുക്കളായിട്ടുള്ള നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്താത്തത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, പഞ്ചായത്ത് മെമ്പറോ ബ്ലോക്ക് മെമ്പറോ ആവണം, പക്ഷെ ഫോട്ടോ ഭർത്താവിന്റെ അടിക്കണം. ഇത് എവിടെയാണ് നടക്കുന്നത്? താലിബാൻ അല്ലെങ്കിൽ പിന്നെ എന്താണിത്? മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗം പെൺകുട്ടികളോട് എടുക്കുന്ന സമീപനം എന്താ? പെൺകുട്ടികളെ പിന്നെ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശങ്ങൾ നടത്തി യൂത്ത് ലീഗിന്റെ MSFന്റെ നേതാവ്. പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന സ്ത്രീകളെല്ലാം മോശക്കാരാണ് എന്നുള്ള നിലയിലുള്ള അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് ഉണ്ടായത്. എന്താ ലീഗ് എടുത്ത നിലപാട്? മുസ്ലിം ലീഗ് ആ പെൺകുട്ടികളെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അവരാണ് മോശക്കാരികൾ എന്നാണ് പറയുന്നത്. തങ്ങളെ ലിംഗപരമായ വിവേചനം കാണിക്കുകയും പെൺകുട്ടികളായതുകൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്ത മുസ്ലിം ലീഗ് നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാണക്കാട് കുടുംബം എടുത്തത്. പാണക്കാട് കുടുംബത്തിന് യോജിക്കുന്ന ഒരു നിലപാടാണോ ഇത്? പെൺകുട്ടികളെ മോശമായി ചിത്രീകരിച്ച് ലിംഗവിവേചനം കാണിച്ച് തെറ്റായി അധിക്ഷേപിച്ച ഉന്നത നേതാക്കളെ സംരക്ഷിക്കുകയും പെൺകുട്ടികളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നത് താലിബാൻ നിലപാടല്ലെങ്കിൽ പിന്നെ എന്താണ്? താലിബാൻ നിലപാട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശമില്ല, സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല, സ്ത്രീകൾക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾക്ക് പുരുഷന്മാർ ചെയ്യുന്ന ഒന്നും ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ള താലിബാന്റെ നിലപാട് മെല്ലെ മെല്ലെ മലപ്പുറം ജില്ലയിൽ വ്യാപകമാവുകയാണ്. താലിബാൻ പതിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നാം കണ്ടത്, ഹരിതയുടെ കാര്യത്തിൽ നാം കണ്ടത്. അതാണ് തുഞ്ചൻ പ്രതിമയുടെ കാര്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തുഞ്ചത്താചാര്യന്റെ പ്രതിമ പൊതുസ്ഥലത്ത് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് അനിസ്ലാമികമാവുക എന്നുള്ള കാര്യം അബ്ദുറഹ്മാൻ ഇവിടുത്തെ മന്ത്രിയാണ്. മിസ്റ്റർ അബ്ദുറഹ്മാൻ, താങ്കൾ മന്ത്രിയായിരിക്കുന്നത് മതശാസനകൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം എടുക്കുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരൂരിൽ തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള വർഗീയ ശക്തികളുടെ നിലപാടിനെ സഹായിക്കുന്നത്? പിണറായി വിജയന് ശക്തമായ ഒരു നിലപാട് എന്തുകൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല? CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ജില്ലയല്ലേ? എന്തുകൊണ്ടാണ് തിരൂരിൽ തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിനെ ചോദ്യം ചെയ്യാൻ CPIM മുന്നോട്ട് വരാത്തത്? ഞാൻ ഭാരതീയ ജനതാ പാർട്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, തിരൂരിൽ തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ ഈ സർക്കാർ മുൻകൈയെടുക്കണം. എന്തെല്ലാം പ്രതിമകൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. KM മാണിക്ക് വേണ്ടി പോലും നിങ്ങൾ സമരം ചെയ്ത രാഷ്ട്രീയ നേതാവിന് വേണ്ടി പോലും നിങ്ങൾ 5 കോടി രൂപയും 6 കോടി രൂപയും ബജറ്റിൽ മാറ്റിവെക്കുന്നു. അങ്ങനെയുള്ള ഒരു നാടാണിത്. തുഞ്ചത്താചാര്യന് അർഹമായിട്ടുള്ള ഒരു സ്മാരകം, ഒരു പ്രതിമ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുക്കണം. അല്ലെങ്കിൽ ജനങ്ങളോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ മന്ത്രി അബ്ദുറഹ്മാനെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിക്കണം. ശക്തമായിട്ടുള്ള സമരങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. തുഞ്ചത്താചാര്യന്റെ നാട്ടിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ജനങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഗതികേട് നാം താലിബാൻ യുഗത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യത്തിനുള്ള ഉത്തരമായി മാറിയിരിക്കും. എന്താ ഇവിടെ നടക്കുന്നത്? വർഗീയ ശക്തികളുമായിട്ട് സന്ധി ചെയ്യുന്ന ഭരണകക്ഷിയും പ്രതിപക്ഷവും പാലാ ബിഷപ്പിനെ കാണാനുള്ള ഓട്ടത്തിലാണിപ്പോ. വാസവൻ പോകുന്നു, അത് കഴിഞ്ഞ് സുധാകരനും സംഘവും മതനേതാക്കളുടെ യോഗം വിളിക്കുന്നു. എവിടെയായിരുന്നു സുധാകര, സതീശ, നിങ്ങൾ ഇത്രയും കാലം? കേരളത്തിൽ മതഭീകരവാദ ശക്തികൾ സർവശക്തിയും എടുത്ത് അഴിഞ്ഞാടുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു?
അധ്യാപകന്റെ കൈ വെട്ടിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിമിഷ ഫാത്തിമ അമ്മ പറയുന്നുണ്ടല്ലോ, തന്റെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നൂറുകണക്കിന് പെൺകുട്ടികളെ IS റിക്രൂട്ട്മെന്റിന് അയക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? വർഗീയ ശക്തികൾ അവരുടെ സർവശക്തിയും ഉപയോഗിച്ച് നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും തരാതരം നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ അവരുടെ കക്ഷികളാക്കി, സഖ്യകക്ഷികളാക്കി മാറ്റി. ഇടതും വലതും മുന്നണികൾ തദ്ദേശ സ്ഥാപനങ്ങളിലായാലും ലോക്സഭയിലേക്കായാലും നിയമസഭയിലേക്കായാലും വർഗീയ ശക്തികളുടെ സഹായം പരസ്യമായും രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ സ്വീകരിച്ചു. പാലും തേനും കൊടുത്ത് നിങ്ങൾ ഭീകരവാദികളെ വളർത്തി. ഇപ്പൊ പാലാ ബിഷപ്പ് പറഞ്ഞപ്പോ കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനും CPM-നുമാണ്. നിങ്ങൾ മതനേതാക്കളെ യോഗം വിളിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ പറയുന്നിടത്ത് മതനേതാക്കൾ ഒപ്പിടുന്ന കാലം കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മതനേതാക്കളെ യോഗം വിളിച്ച് നിങ്ങൾ എന്താണ് അവരെ പഠിപ്പിക്കാൻ പോകുന്നത്? പാലാ ബിഷപ്പ് ഉന്നയിച്ച ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടോ? വർഗീയ ശക്തികളുടെ തെറ്റായ സമീപനങ്ങൾ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? BJP ഈ പ്രശ്നം ആളിക്കത്തിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രശ്നങ്ങളെയും കാണുന്നത്. പാലാ ബിഷപ്പ് പറഞ്ഞതിൽ ഒരു മെറിറ്റ് ഉണ്ട്. അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വെപ്രാളം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നമ്മുടെ നാട്ടിലെ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എത്ര മൂടി വെച്ചാലും അത് നുരഞ്ഞു പൊന്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, തിരൂരിൽ തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ സർക്കാർ മുൻകൈയെടുത്തില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തിരൂരിൽ സ്വന്തമായി പൊതുസ്ഥലത്ത് ഒരു പ്രതിമ സ്ഥാപിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും. വിവേകാനന്ദ പാറയിലും മറ്റും നാം കണ്ടതുപോലെ ശക്തമായൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മുൻകൈയെടുത്ത് ഇവിടെ തന്നെ എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടെ തന്നെ പ്രതിമ സ്ഥാപിക്കാൻ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നതിനായി ആരാധനായ ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ രവി തേലത്ത് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ മണികണ്ഠൻ, പ്രിയങ്കരനായ ഏറ്റവും ആദരണീയനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഉദ്ഘാടകനുമായിട്ടുള്ള ശ്രീ K. സുരേന്ദ്രൻ അവർ, വേദിയിലുള്ള പ്രിയപ്പെട്ട മറ്റു നേതാക്കന്മാർ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന സഹപ്രവർത്തകർ, ഭാഷാസ്നേഹികളായിട്ടുള്ള തിരൂരിലെ നാട്ടുകാർ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിന ആഘോഷ പരിപാടികളുടെ ഭാഗമായി പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള പോസ്റ്റ് കാർഡുകൾ അയക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിർവഹിക്കാനുണ്ട്. ആ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. തിരൂരിന്റെ മണ്ണിൽ ഭാഷാസ്നേഹികളുടെ ചിരകാല അഭിലാഷമാണ് തുഞ്ചന് ഒരു ഉചിതമായിട്ടുള്ള ഒരു പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മാരകം പണിയുക എന്നുള്ളത്. ഇന്ന് തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിൽ
ആകെയുള്ളത് തുഞ്ചൻ പറമ്പാണ്. ആ തുഞ്ചൻ പറമ്പിൽ പോയാൽ പോലും തുഞ്ചന്റെ ഒരു പ്രതിമ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ മേഖലകളിലൊക്കെ നിരവധി പ്രതിമകളുണ്ട്. പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ അവഹേളിക്കുകയല്ല. അച്യുതാനന്ദൻ ജീവിത അവസാനം വരെ പോരാടിയ, അഴിമതിക്കെതിരെ പോരാടിയിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള UDFന്റെ മന്ത്രിയായിരുന്നു. പക്ഷേ LDFിലേക്ക് വന്നപ്പോ ആർ ബാലകൃഷ്ണപിള്ളക്ക് പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ബജറ്റിൽ പണം നീക്കിവെച്ചു. നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടെന്നും മാണിയെ നിയമസഭയ്ക്കകത്ത് ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ചരിത്രം നമുക്കറിയാം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ്. ആ KM മാണിയുടെ മകൻ ഈ പാർട്ടിയിലേക്ക് ഈ മുന്നണിയിലേക്ക് വന്നപ്പോ KM മാണിക്ക് സർക്കാർ ചെലവിൽ പ്രതിമ ഉണ്ടാക്കുന്ന കാര്യമായി സർക്കാർ മുന്നോട്ട് പോയി. അങ്ങനെ നിരവധി പ്രതിമകൾ കേരളത്തിൽ, ഒരുപാട് പ്രതിമകൾ ഇവിടത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിലൊക്കെ ഉണ്ട്. ഏറ്റവും അനിവാര്യമായ ഒരു രാഷ്ട്രീയത്തിന്റെയും ഒരു ജാതിയുടെയും മതത്തിന്റെയും ഒന്നും മാനദണ്ഡമില്ലാത്ത മലയാളികളുടെ, മലയാള ഭാഷയുടെ പിതാവിന്റെ ഒരു പ്രതിമ അദ്ദേഹത്തിന്റെ ഭാഷാ പിതാവിന്റെ മണ്ണിൽ സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്